വെള്ളം കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ആവാം. അതെ എനിക്ക് കരിക്ക് മതി അളിയാ. കരിക്ക് നല്ല കരിക്കാകുമ്പോ ഈ ചൂടത്ത് നല്ല പൊട്ടാസ്യം കിട്ടും. ഞാൻ പറഞ്ഞതേ ഇവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് നടന്നാൽ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് വെള്ളം കുടിക്കാം. എന്റെ വീടെന്ന് പറയും വരി. എന്റെ അളിയെ ഈ ഇലക്ഷനായിട്ട് നമ്മൾ ഈ വെയിലും കൊണ്ട് നടക്കല്ലേ അളിയാ? അല്ലാതെ ജ്യൂസ് കുടിക്കാനുള്ള ഫണ്ട് വന്നില്ല. ഫണ്ട് വരട്ടെ. ഫണ്ട് വരുമ്പോ നമുക്ക് ജ്യൂസോ ചായ. അല്ല ഫണ്ട് എന്ന് വരും? ഫണ്ട് വരും. ഇത് അളിയനില്ല പൈസ വരാണ്ടെന്ന് പറയുന്ന കണക്ക് തന്നെ. അതെ ആശാനെ, നമ്മൾ ഈ വോട്ട് ചോദിക്കാൻ പോകുന്നിടത്തൊക്കെ ഈ പരിപ്പുവടയും ചായയും അച്ചപ്പൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല സുഖമല്ലേ? അയ്യോടാ, വോട്ട് ചോദിച്ചോണ്ട് തന്നൊന്നും അല്ല അത്. പിന്നെ ഞങ്ങളുടെ അമ്പളിക്കുട്ടൻ ചേട്ടനായിട്ട് തന്നതാ. ഓ അങ്ങനെ. ഇവിടെ ഞങ്ങളെ വീടാ. ഞാൻ ഇവിടെ ഓടി കളിച്ചു വളർന്നതാ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു. ഞാൻ പുതിയ ആളല്ല. ഇതെന്റെ പെങ്ങളാ. അത് ശരി. ഇതെന്റെ അളിയന്റെ ഭാര്യ. ഓ അതൊന്നും അറിയില്ലല്ലേ? എനിക്കൊന്നും അറിയില്ല. അമ്പളിക്കുട്ടൻ ചേട്ടാ, ഓ എന്തി കൊറേ പേരുണ്ടായിരുന്നല്ലോ കൂടെ, എന്ത് രണ്ടുപേര് മാത്രം? കുറെ 10-12 പേരുണ്ടായിരുന്നു. ഒരു 3-4 പേര് ഒരു അങ്ങോട്ടുള്ള ഏരിയ പറഞ്ഞു വെച്ചു, 2-3 നേരം ഇങ്ങോട്ട് പറഞ്ഞു വെച്ചു. നമ്മൾ രണ്ടും കൂടെ താഴോട്ടുള്ള വീട് കവർ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് പോയല്ല, സമയവും വേസ്റ്റ്, അതുപോലെ ഭയങ്കര വെയില്. അതാവുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത്. ചിഹ്നം എന്താ അമ്പളിക്കുട്ടൻ ചേട്ടാ? മറന്നാ? കുന്തം. ഇസഹാക്ക് തരകൻ കുന്തം. നിങ്ങക്ക് വല്ല റോസപ്പൂന്നോ മുല്ലപ്പൂന്നൊക്കെ ഇടാൻ പാടില്ലേ? കുന്തം, കൊടച്ചക്രം അങ്ങനെയൊന്നും കിട്ടത്തില്ല. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ആളാണോ? നമ്മളിത് വോട്ട് ചെയ്തിട്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ആദർശശാലിയാണ്. തീർച്ചയായിട്ടും. ഇയാളോ? ഇസഹാക്ക് തരകൻ. നമ്മളെ ഇതില് മോശപ്പെട്ട ആരും അങ്ങനെ നിൽക്കാറില്ല. എന്നാൽ തന്നെ നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്യാറുമില്ല. നല്ല കാര്യം. പിന്നെ നമ്മളെല്ലാം വേറെ ആര് ജയിക്കാൻ? അവരും പറഞ്ഞു ജയിക്കുമെന്നാണല്ലോ ക്ലീറ്റൊക്കെ. അതിപ്പോ എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ലേ പറയുള്ളൂ. ഇപ്പൊ ക്ലീറ്റോടെ പാർട്ടി അതിന് വരെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവര് പാർട്ടിക്കാരുടെ ഒരു സ്ഥാനാർത്ഥി. നിനക്കൂടെ കാര്യം വോട്ടൊക്കെ ചോദിക്കണം. വേറെ എവിടെയും പോയി ചോദിക്കണം. കൂടുതൽ കളിക്കരുത്. അമ്പളിക്കുട്ടാ, നിന്റെ കളി ഇവിടെ വേണ്ട. അല്ലെ നീ എന്തോന്ന് പറയണത്? ഞാൻ എന്തോന്ന് കളിച്ചെന്ന്? ഇവിടെ എല്ലായിടത്തും വോട്ട് പിടിക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ വന്നു. എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എനിക്ക് വോട്ട് പിടിക്കാൻ പാടില്ല. ഈ വീട് വിട്ടുള്ള വോട്ട് പിടുത്താൻ അതെന്തോന്ന് ന്യായവളിയാ? ഈ വീട്ടിൽ നീ കയറാൻ പാടില്ല, വരാൻ പാടില്ല, ഇവിടെ ആരെയും വോട്ട് പിടിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ എന്താന്നടി ഇത്? ഈ സൽക്കാരം നമ്മുടെ അമ്പളിക്കുട്ടൻ ഇതേ എന്റെ പെങ്ങളാണ്. നീ അതേ മനസ്സിലാക്കി. പിന്നെ നിന്നെക്കാട്ടിലും പാർട്ടിയിൽ അവള് നമ്മളെ കൂടെ. നിന്റെ വേലയൊക്കെ എനിക്കറിയാം. അമ്പളിക്കുട്ട, നീ നോക്കിക്കോ. നിന്റെ പാർട്ടിയെ നാട്ടിൽ ഈ ഇലക്ഷന് ഒരു വോട്ട് പോലും കിട്ടാതെ ഞാൻ ആക്കി തരും. നീ എത്ര വർഷം കൊണ്ട് ഇത് തന്നെ പറഞ്ഞു കിടക്കണം. നീ ഞാൻ അറിയാന്നുള്ള കാലം പോലെ. ഞാനിവിടെ താമസിക്കാൻ വന്നല്ല, ഞാൻ ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് വന്നത്. പോവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വോട്ട് മറക്കരുത്. ചിഹ്നം കുന്തം. ഓക്കെ, ആയിക്കോട്ടെ. കെട്ടിവെച്ച പൈസ പോലും കിട്ടും. വോട്ട് പിടിക്കാൻ വന്നത് കുറെ സൽക്കാര പ്രിയര് വന്നേക്കുന്നു. എന്താ വൃത്തിയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ എന്റെ കണ്ണ് മുമ്പ് കാണരുന്നു. അത് ആ കാല് വാരി അവനെ കൂടെ കൂട്ടി വന്നേക്കണം. സുവർണകുമാർ അങ്ങനെ ഇഷ്ടമുള്ള പാർട്ടിയിലോട്ടൊക്കെ എല്ലാരും പോയി. പിന്നെ ഞങ്ങൾക്കിട്ട് പണിയും തന്നിട്ട് പോയനെ അവൻ. അവനെ കൂട്ടി ഇവിടെ വന്നേക്കണം. എടുത്തിട്ട് പോടി. ബേക്കറി നടത്തല്ലേ? അല്ല, പലഹാരമൊക്കെ വെച്ചങ്ങ് ഭക്ഷണം കൊടുക്കണം. അത്ര വലിയ തെറ്റൊന്നുമില്ല. ഇനി നിങ്ങളുടെ പാർട്ടിക്കാർ വന്ന് കുടിക്കുമല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ പാർട്ടിക്കാർ വരുമ്പോ അത് വേറെ. അത് എന്റെ വീട്. കഷ്ടമാണ്. മര്യാദ വേണം മനുഷ്യനായ. എല്ലാവർക്കും വെള്ളം വേണമെന്ന് പറഞ്ഞില്ലേ? ആ ചായപ്പിൽ തൊട്ടിയിരിപ്പുണ്ട്. അതെടുത്ത് കെട്ടി കൊണ്ടിട്ട് ആവശ്യമുള്ള വെള്ളം കുടിച്ചിട്ട് മതി ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം. പോയെടുത്തോ. കളിച്ച് കളിച്ച് അവൻ വീട്ടിൽ കയറി കളിക്കാണ്. ഇത് വെച്ചിട്ടുണ്ടല്ലോ, യവനെതിരെ നമുക്ക് നല്ല രീതിയിലൊരു പ്രചരണം നടത്തണം.